യുദ്ധം അന്ത്യത്തിലേക്ക് എത്തുമോ അതോ ഇതിലും രൂക്ഷമായ ഗതിയിലേക്ക് നീങ്ങുമോ എന്ന ആശങ്ക നിലനിൽക്കവേ തന്നെ ഇറാൻ ആകട്ടെ ഇപ്പോൾ ഏറെക്കുറെ അടിപതറി നിൽക്കുകയാണ് എന്നതാണ് വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. സംഘർഷം രൂക്ഷമായ സമയത്ത് ഇറാൻ കാണിച്ച ഒരു ബുദ്ധിമോശം ഇപ്പോൾ അവർക്ക് തന്നെ തലവേദനയാകുന്നു എന്നതാണ് ഇതിന് കാരണമായി തന്നെ പറയപ്പെടുന്നത്. കപ്പലുകളെ തുരത്താൻ സ്ഥാപിച്ച മൈനുകൾ അത് എവിടെയാണ് തങ്ങൾ സൂക്ഷിച്ചത് അല്ലെങ്കിൽ എവിടെയാണ് മറവ് ചെയ്തത് എന്നതിൽ ഇറാൻ ഇപ്പോഴും അവ്യക്തത തുടരുകയാണ്. ഇതോടുകൂടി തന്നെ വൻ പ്രതിസന്ധിയിലേക്കാണ് ഇപ്പോൾ നീങ്ങുന്നത് എന്ന വിലയിരുത്തൽ പുറത്തു വന്നിരിക്കുകയാണ്. യുദ്ധത്തിന് താൽക്കാലിക വിരാമമായെങ്കിൽ പോലും നേരത്തെ സ്ഥാപിച്ച മൈനുകൾ അത് എവിടെയാണ് എന്ന് കണ്ടെത്താൻ കഴിയാതെ തന്നെ ഇവിടെ ഇറാൻ നട്ടം തിരിയുന്ന കാഴ്ചയാണ് കാണുന്നത്. മൈനുകൾ നീക്കം ചെയ്യാനുള്ള സാങ്കേതിക ശേഷി സൈന്യത്തിന് ഇല്ല എന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുണ്ട്. അതായത് തങ്ങൾ തന്നെ വിന്യസിപ്പിച്ച സ്ഫോടക വസ്തുക്കൾ അത് എവിടെയാണ് എന്ന് കണ്ടെത്താനോ അല്ലെങ്കിൽ അവ നീക്കം ചെയ്യാനോ ഉള്ള സാങ്കേതിക ശേഷി ഇറാൻ സൈന്യത്തിന് ഇല്ല എന്നതാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. അതേപോലെ തന്നെ ആഗോള എണ്ണ വ്യാപാരത്തിന്റെ പ്രധാന പാതയിലാണ് ഈ മൈനുകൾ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത് എന്നുള്ള കടുത്ത പ്രതിസന്ധിയാണ് സൃഷ്ടിക്കപ്പെടുന്നത്. മൈനുകൾ നീക്കം ചെയ്യാനുള്ള സാങ്കേതിക ശേഷി സൈന്യത്തിന് ഇല്ല എന്ന റിപ്പോർട്ടുകൾ അടക്കം പുറത്തു വരുന്നുണ്ട്. അതേപോലെ തന്നെ ആഗോള എണ്ണ വ്യാപാരത്തിന്റെ പ്രധാന പാതയിലാണ് ഈ മൈനുകൾ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത് എന്നുള്ളത് കടുത്ത പ്രതിസന്ധി കൂടി സൃഷ്ടിക്കുന്നുണ്ട്. അതേപോലെ മൈനുകൾ നീക്കം ചെയ്യാനുള്ള ആധുനിക സംവിധാനങ്ങളുടെ അഭാവം മൂലം കടലിടുക്ക് വഴിയുള്ള ഗതാഗതം പുനഃസ്ഥാപിക്കുന്നത് അനിശ്ചിതത്വത്തിലായിരിക്കുകയാണ് എന്നതാണ് ഇവിടെ വ്യക്തമാക്കുന്നത്. അതായത് ഈ ഒരു അവസ്ഥ മൂലം ഹോർമൂസ് കടലിടുക്ക് കൂടുതലായി തന്നെ അടച്ചിടേണ്ട ഒരു സാഹചര്യം നിലവിൽ ഉണ്ടാകുന്നു എന്നതാണ്. കഴിഞ്ഞ മാസം അമേരിക്കയുമായും ഇസ്രായേലുമായും സംഘർഷം നിലനിന്നിരുന്ന സമയത്ത് ചെറിയ ബോട്ടുകൾ ഉപയോഗിച്ചാണ് ഇറാൻ കടലിൽ മൈനുകൾ വിതറിയത്. എന്നാൽ ഇവ എവിടെയാണ് അല്ലെങ്കിൽ എവിടേക്കാണ് ഇത് സ്ഥാപിച്ചതെന്ന കൃത്യമായ രേഖകൾ ഇറാൻ സൈന്യത്തിന്റെ പക്കൽ ഇല്ല എന്നതാണ് വസ്തുത. കൂടാതെ തന്നെ കടലിലെ ശക്തമായ ഒഴുക്കിൽപ്പെട്ട് മൈനുകൾ അവ സ്ഥാപിച്ച സ്ഥാനത്തു നിന്നും മാറിയതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഇത് മൈനുകൾ കണ്ടെത്തുന്നതിന് കൂടുതൽ ദുഷ്കരമായി തന്നെ പ്രവർത്തിക്കുകയും മൈനുകൾ സുരക്ഷിതമായി തന്നെ നീക്കം ചെയ്യാനുള്ള ആധുനിക കപ്പലുകളോ സാങ്കേതിക വിദ്യയോ ഇറാൻ നാവികസേനയ്ക്ക് നിലവിൽ ലഭ്യമല്ല എന്നതാണ് ഇവിടെ ഏറെ ഒരു വലിയ രീതിയിലുള്ള ആശങ്കകൾക്ക് ഇടയാക്കുന്ന കാര്യം. ചരക്ക് കപ്പലുകൾക്ക് മൈൻ ഭീഷണി നിലനിൽക്കുന്നതിനാൽ തന്നെ ഈ പാതയിലൂടെയുള്ള സഞ്ചാരം വലിയ അപകടകരമായ ഒരു അവസ്ഥയിലേക്ക് നീങ്ങുകയാണ്. നിലവിൽ നിശ്ചിത പാതകളിലൂടെ തന്നെ മാത്രം അവിടെ പരിമിതമായ രീതിയിലാണ് കപ്പലുകൾ കടത്തിവിടുന്നത്. അതേപോലെ തന്നെ ഈ സാങ്കേതിക തകരാറ് മൈൻ പ്രതിസന്ധി മൂലമാണ് എന്നതാണ് റിപ്പോർട്ടുകൾ വിശദീകരിക്കുന്നത്. മൈനുകൾ വിന്യസിപ്പിക്കുന്നത് എളുപ്പമായിരുന്നെങ്കിൽ പോലും അവ നീക്കം ചെയ്യുന്നത് ഇറാനെ സംബന്ധിച്ച് വലിയ വെല്ലുവിളിയാണ് എന്നതാണ് US ഉദ്യോഗസ്ഥർ വിലയിരുത്തുന്നത്. അതേപോലെ തന്നെ മൈനുകൾ കൃത്യമായി കണ്ടെത്താനുള്ള സാങ്കേതിക വിദ്യ ഇറാനിൽ ഇല്ല എന്നതാണ് മറ്റൊരു സങ്കീർണമാക്കുന്ന പ്രശ്നം. ഇസ്ലാമാബാദിൽ നിന്ന് അവിടെ നടക്കാനിരിക്കുന്ന ഇറാൻ US സമാധാന ചർച്ചകളിൽ ഈ വിഷയം പ്രധാനമായും ചർച്ച ചെയ്യപ്പെടുമെന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. അതേപോലെ തന്നെ 70 അംഗ പ്രതിനിധി സംഘമാണ് ഇറാനെ പ്രതിനിധീകരിച്ചുകൊണ്ട് പാകിസ്ഥാനിലേക്ക് ഇപ്പോഴെത്തിയിട്ടുള്ളത്. മൈനുകളുടെ സാന്നിധ്യം കപ്പൽ ഗതാഗതത്തിന് വൻ ഭീഷണി ആയതിനാൽ തന്നെ ആഗോള എണ്ണ വിലയെയും ഇത് കൂടുതലായി തന്നെ ബാധിച്ചേക്കാം. നിലവിൽ ചുങ്കം നൽകുന്ന കപ്പലുകൾക്ക് മാത്രമായി തന്നെ ഇറാൻ ഒരു ഇടുങ്ങിയ പാത തുറന്നു കൊടുത്തിട്ടുണ്ട്. എന്നാൽ മൈനുകളുടെ സ്ഥാനം അവിടെ വ്യക്തമല്ലാത്തതിനാൽ തന്നെ ഇതിലൂടെയുള്ള യാത്രയും പൂർണ്ണമായും തന്നെ സുരക്ഷിതമാണ് എന്ന് തന്നെ സ്ഥിരീകരിക്കാൻ ആവുന്നതല്ല. അമേരിക്കയുടെ അത്യാധുനിക സംവിധാനങ്ങൾക്ക് പോലും ഈ മൈനുകൾ കണ്ടെത്തുക വളരെയധികം പ്രയാസകരമായ സാഹചര്യത്തിൽ ആ ഗതാഗതം അത് പുനഃസ്ഥാപിക്കാൻ ഇനിയും വൈകിയേക്കും എന്നതാണ് റിപ്പോർട്ടുകൾ വിശദീകരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.